ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുന്നതോടെ നിറഞ്ഞ വേദിയും സദസ്സും ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോ ലോകത്തു തന്നെ എവിടെയോ കാണാൻ കഴിയാത്ത പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഒരു ലോക മാതൃകയ്ക്ക് കേരള മോഡലിന് പേരുകേട്ട കേരളം ആ പുനർനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു ലോക മാതൃകയിലേക്ക് കടക്കുന്ന അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നിറഞ്ഞ ദുഃഖത്തിനിടയിലും നാം ഈ വേദിയിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, 298 മനുഷ്യർ 8 മാസം മുമ്പ് വരെ നമ്മളോടൊത്ത് ജീവിക്കുകയും നമ്മളെപ്പോലെ കളിച്ചും ഉല്ലസിച്ചും ഭക്ഷണം കഴിച്ചും ജോലി ചെയ്തും നമുക്കിടയിലൂടെ നടക്കുകയും ചെയ്ത 298 മനുഷ്യർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകില്ല. അവർ സൃഷ്ടിച്ചത് വലിയ ദുഃഖമാണ്. അവരുടെ വേർപാട് മാറ്റാനാകാത്ത ഒരു വേദനയാണ്. ആ വേദന ഉയർത്തിപ്പിടിക്കുമ്പോഴും ആ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതൊഴിച്ചാൽ ചൂരൽമലയ്ക്ക് മുണ്ടക്കൈയും പുഞ്ചിരിമറ്റവും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ട ഭൗതിക സൗകര്യങ്ങളെല്ലാം കുറഞ്ഞ കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കേരളം ഒരു മനസ്സായി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉറപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലുള്ള ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നു, ഒരു ദുരന്തബാധിതനും ഈ മണ്ണിൽ ഒറ്റപ്പെടില്ല. വീട് വെച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർക്ക്, കൃഷി നഷ്ടപ്പെട്ടവർക്ക്, നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ട സ്കൂളുകൾ, പാലങ്ങൾ, പുതിയ നിർമ്മിതികളെല്ലാം ഉൾപ്പെടെ ഒരു പുതിയ നാട് സൃഷ്ടിക്കലാണ് നമ്മുടെ ചുമതല. സാധാരണ ദുരന്തമുണ്ടായാൽ പലരും ചോദിക്കുന്നത് പോലെ ദുരന്തത്തിൻ്റെ നേരത്തെയുള്ള മാതൃകകൾ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ എന്ന ചോദ്യം ഉണ്ടാകാം. എന്നാൽ കേരളം എന്തുകൊണ്ട് ടൗൺഷിപ്പ് എന്ന മുഖ്യമന്ത്രിയുടെ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു? വയനാട്ടിൽ, ചൂരൽമല ഉൾപ്പെടുന്ന വയനാട്ടിൽ പ്രത്യേകിച്ച് കേവലമായ നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കപ്പെടുന്ന മനുഷ്യർ ഒരു പുതിയ വീട് ഒരേ മണ്ണിൽ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് പറയാനാകില്ല. കാരണം വയനാടിൻ്റെ ഭൂമി പ്രത്യേകതകളുണ്ട്. അധികവും എസ്റ്റേറ്റുകളാണ്. അതും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 81 അനുസരിച്ച് എക്സംഷൻ കിട്ടിയ എസ്റ്റേറ്റുകൾ. അവിടെ നിന്ന് മുറിച്ചു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ചാൽ അതിന് സ്ഥിരീകരണമോ കൊടുക്കാൻ നമുക്കാകില്ല. ജന്മം കൊണ്ട ഭൂമികൾ അധികമില്ലാത്ത ഈ വയനാട് ജില്ലയിൽ അങ്ങനെ പണം കൊടുത്തു വിട്ടാൽ പലയിടങ്ങളിലായി കൃത്യതയോടെ അവർ പുനരധിവസിപ്പിക്കപ്പെടും എന്നുള്ളത് ഒരു ഉറപ്പാക്കാൻ പോലും സാധ്യമല്ലാത്ത ഭൂപ്രകൃതിയുള്ള വയനാട്ടിൽ അവിടെ മരണപ്പെട്ടവർ, അവരെ സാക്ഷി നിർത്തിയ അവിടുത്തെ ജനങ്ങൾ പുനരധിവാസത്തിൻ്റെ മാതൃകയെക്കുറിച്ച് അന്വേഷിച്ച ചീഫ് സെക്രട്ടറിയുടെ മുമ്പാകെ രേഖപ്പെടുത്തിയ അഭിപ്രായം, ഇനി ഞങ്ങളെ പലതായി പിരിക്കരുത്, ഞങ്ങൾക്ക് ഒരുമിച്ചു നിൽക്കണം, ഒരേ മണ്ണിൽ പഴയതുപോലെ ജീവിക്കണം, ബാക്കിയുള്ള ഞങ്ങൾ അധികം അകലെ പോകാതെ ഇവിടെ അടുത്തെവിടെയെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് കൂടാൻ ഒരവസരം ഉണ്ടാകണം. അവിടെയാണ് ആളുകളെ ഒറ്റപ്പെടുത്തി പറഞ്ഞയക്കുന്നതിന് പകരം ഒരു ടൗൺഷിപ്പിലേക്ക് കേവലം വീടുകൾ മാത്രമല്ല, റോഡുകൾ, മാർക്കറ്റുകൾ, അംഗനവാടികൾ, ലൈബ്രറികൾ, കളിക്കളങ്ങൾ എല്ലാം ഒത്തുചേർന്ന് ചൂരൽമലയിൽ മനുഷ്യൻ എന്തെല്ലാം നഷ്ടപ്പെടുവോ അതെല്ലാം അനുഭവങ്ങളിലൂടെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു എസ്റ്റേറ്റിൽ, ആദ്യഘട്ടത്തിൽ എൽസ്റ്റോണിലെ എസ്റ്റേറ്റിൽ ലോകത്തിനു മാതൃകയായി ഈ ടൗൺഷിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നതോടെ നാം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല.